ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും വിവാദങ്ങളും ഉയരുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ശാസ്ത്രീയാടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ വന്ന ഒരു പാളിച്ചയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം ഉണ്ടായ ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ ലോകം, കേരളം ഒക്കെ കണ്ടതാണ്. ആ കണ്ടതിൽ നിന്ന് പോലീസോ ഈ പറയുന്ന ഫോറൻസിക് ടീമോ എന്നും മാറി നിൽക്കുന്നുമില്ല. അവരും കണ്ടതാണ്. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മരണത്തിൽ, അത് ആത്മഹത്യ ആയിക്കോട്ടെ, അല്ലാതെ വേറെ സംശയങ്ങൾ ഉയരുന്ന എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ പിന്നീട് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടക്കുന്ന വേളയിൽ എന്തുകൊണ്ടാണ് മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങളോ സ്രവമോ രക്തമോ പരിശോധനയ്ക്ക് എടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനമായി ഉയരുന്നത്. രാസപരിശോധനാ ഫലം അത് നിർണായകമാണെന്നിരിക്കെ അതെന്തുകൊണ്ട് ചെയ്തില്ല? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരിടത്ത് പോലും അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളോ അതുപോലെ തന്നെ രക്തമോ സ്രവമോ പരിശോധനയ്ക്ക് അയച്ചതായി പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റൊമക് വാസ് എംപ്റ്റി, നോ അൺയൂഷ്വൽ സ്മെൽ, മ്യൂക്കസ് ആർ കൺജസ്റ്റഡ്. സമ്മതിക്കുന്നു. പക്ഷേ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരുന്നു. അവിടെ വേറെ മറ്റ് സ്മെല്ലൊന്നും കിട്ടിയിട്ടുമില്ല. പക്ഷേ ഒരു ലഹരി പദാർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ, മണമില്ലാത്ത മദ്യം, ലഹരി വസ്തുക്കൾ ഒക്കെ സുലഭമായ ഒരു നാടാണ്. ആ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോ എന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്, അത് ഡോക്ടർ ആയിക്കൊള്ളട്ടെ, പോലീസ് ആയിക്കൊള്ളട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരു പിടിവലിയും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അതായത് നവീൻ ബാബു മരണത്തിന് മുമ്പ് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെല്ലാൻ ഇടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തേണ്ട നിർണായകമായ സാഹചര്യത്തിൽ അത്തരത്തിലൊന്നും നോക്കാതെ സ്റ്റൊമക്ക് ആമാശയം ഒഴിഞ്ഞിരുന്നതായിരുന്നു, അതുപോലെ തന്നെ മറ്റ് സ്മെല്ലുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് കണ്ണുകൾ കൊണ്ട് കണ്ടെത്തി പറയുന്നതിലാണോ, അതോ ശാസ്ത്രീയ പരിശോധന, രാസപരിശോധന നടത്തി അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നതിലാണോ വിശ്വാസ്യത കൂടുതൽ എന്നുള്ള ചോദ്യം സർക്കാരിന് മുന്നിൽ, ഫോറൻസിക് സർജന് മുന്നിൽ, പോലീസിന് മുന്നിൽ വയ്ക്കുകയാണ്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് രാസപരിശോധന നടത്താത്തത്? ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ മരുന്നോ മദ്യമോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ആകുമായിരുന്ന ഒരു സന്ദർഭം, അത് ഉണ്ടാകണമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് തറപ്പിച്ചു പറയണമെങ്കിൽ അതിന് രാസപരിശോധനാ ഫലം അനിവാര്യമായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം എന്തുകൊണ്ട് ഫോറൻസിക് ടീം ഒരുക്കിയില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരിക്കലും പോലീസ് പറഞ്ഞാൽ മാത്രമല്ല രാസപരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളോ അതുപോലെ തന്നെ രക്തമോ സ്രവമോ ഒക്കെ എടുക്കാറുള്ളത്. അത് ഇത്തരം വലിയ തരത്തിലുള്ള വിവാദമുയർന്ന ഒരു കേസിൽ അത് പരിശോധന നടത്തുന്ന, ഫോറൻസിക് പരിശോധന നടത്തുന്ന, പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറുടെ ടീമിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്തരം രാസപരിശോധന നടത്തുക എന്നുള്ളത്. അത്തരത്തിൽ ആന്തരികാവയവങ്ങളും സ്രവങ്ങളും എടുത്തിട്ടില്ല എന്നുള്ളത് വീഴ്ച തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട വീഴ്ച. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി, അല്ലെങ്കിൽ തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇല്ലെങ്കിൽ പോലും വീണ്ടും ഒരു പരിശോധന ആവശ്യമായി വന്നാൽ അത് നടക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ തൂങ്ങിമരണം സംഭവിക്കുമ്പോൾ കഴുത്തിൽ, അതായത് നമ്മൾ തൂങ്ങാൻ ഉപയോഗിച്ച കയറിൻ്റെ പാടിൻ്റെ വീതി, അതായത് അളവുകൾ രേഖപ്പെടുത്തുമ്പോൾ വീതി അടക്കം എല്ലാം രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം വീണ്ടും ഒരു പരിശോധന വേണ്ടി വന്നു കഴിഞ്ഞാൽ തൂങ്ങാൻ ഉപയോഗിച്ച കയർ തന്നെയാണോ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ പിന്നീട് കണ്ടെത്തിയത് എന്നുള്ളൊരു ചോദ്യം ആരെങ്കിലും സംശയകരമായി ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മറുപടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇത് തൂങ്ങി മരണത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കണ്ണുകൾക്ക് അതുപോലെ തന്നെ ചുണ്ടുകൾക്ക് നീലനിറം സംഭവിച്ചതാവട്ടെ, കണ്ണുകൾ കലങ്ങുന്ന കാര്യമാകട്ടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ മുളക് പൊടി വിതറിയ പോലെയുള്ള രക്തം പൊടിഞ്ഞ അവസ്ഥ, അത് കൺപോളകളിൽ അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ പ്രതലങ്ങളിൽ അതുപോലെ തന്നെ ഹൃദയഭാഗങ്ങളിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് കണ്ടിട്ടും അത് വലിയ പ്രധാനപ്പെട്ടതായി ടീമിന് തോന്നിയിട്ടുണ്ടാവില്ല, അങ്ങനെ പറയാതെ പോയതാകാം. അത് എന്ത് തന്നെ ആയാലും ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് എടുത്തിട്ടില്ല, അയച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനം, വീണ്ടും ആവർത്തിക്കുന്നു, നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റതോ അങ്ങനെയുള്ള ഒരു പാടുകളും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒരു ബലപ്രയോഗവും ഇല്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ ആരെങ്കിലും കൊടുത്തിരിക്കാമെങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ട ഏതെങ്കിലും പരിചയമുള്ള ആളുകൾ വഴി അത് കൊടുത്തിരിക്കാമെങ്കിൽ, അത്തരത്തിൽ മയക്കം സംഭവിച്ചാൽ, അങ്ങനെ ലഹരിയോ
ലഹരിയോ ഈ പറയുന്ന പോലെയുള്ള മദ്യമൊക്കെ ഉപയോഗിച്ച് ഒരു മയക്കം സംഭവിച്ചാൽ ആ സമയത്ത് അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയാൽ, ഇതൊരു കെട്ടിത്തൂക്കി എന്നുള്ളത് പറഞ്ഞു വയ്ക്കുകയല്ല, പക്ഷെ അദ്ദേഹത്തെ ആ സമയത്ത് തൂക്കിയാൽ പോലും ഇതേ തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാകും വരിക. അതിനർത്ഥം ആന്തരിക അവയവങ്ങളിൽ ലഹരിയുടെ സാന്നിധ്യമോ മദ്യത്തിൻ്റെ സാന്നിധ്യമോ മറ്റു ഗുളികകളുടെ സാന്നിധ്യമോ ഒന്നുമില്ല എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടിയിരുന്നു. ആ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങളും സ്രവങ്ങളും അയക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പരിശോധന ഇവിടെ നടന്നിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത് ഡോക്ടർ പ്രിജിത്ത് ആണ്. ഡോക്ടർ പ്രിജിത്ത് TM ആണ്. അദ്ദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും HODയുമാണ്. അപ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇത്തരമൊരു കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ലാഘവത്തോട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ട ബാധ്യത ആ ഫോറൻസിക് ടീമിനും സർക്കാരിനും പോലീസിനും ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. NTV UAE to the world.